ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമിൻ്റെ 30-ാം പിറന്നാൾ ആഘോഷം തകൃതിയായി തന്നെ നടത്താൻ നിധി ഇറങ്ങി പുറപ്പെടണം കേട്ടോ. വസുന്ധരയുടെ എതിർപ്പുകൾക്കൊന്നും നിധി യാതൊരു വിലയും കൽപ്പിക്കാതെ അങ്ങ് ഇറങ്ങി പുറപ്പെടുമ്പോൾ വസുന്ധര നിധിയെ അടിക്കാനൊക്കെ ഒരുങ്ങുമെങ്കിലും അതിന് ഗൗതം തടസ്സമായി നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ഗൗതമിൻ്റെ 30-ാം പിറന്നാളിന് ഗൗതമിന് വലിയ സർപ്രൈസ് തന്നെ കൊടുക്കണമെന്ന ആ ഒരു ഇതോട് കൂടിയിട്ടാണ് നിധി ഇതിനിറങ്ങുന്നത്. എന്നാൽ ജോത്സ്യനാണെങ്കിലോ ഈ 30-ാം പിറന്നാൾ കഴിയുന്നതിനോടുകൂടി ഗൗതമിന് തീർച്ചയായും എന്തെങ്കിലും ഒരു അപകടം പറ്റും എന്ന് ജ്യോത്സ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവർക്കിടയിൽ വലിയ പേടി തന്നെ ആവാണ്. അങ്ങനെ ഗൗതമിന് വലിയൊരു സർപ്രൈസ് കൊടുക്കുന്നത് നിധി കേക്കിലൂടെ ആയിരിക്കും കേട്ടോ. കേക്കിലൂടെ ഗൗതമിന് വേണ്ടി വലിയൊരു സർപ്രൈസ് തന്നെ നിധി കൊടുക്കണേ. തൻ്റെ ഭർത്താവിന് താൻ തന്നെ കേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഓർഡർ ചെയ്തോളാം എന്ന് നിധി പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അതിന് സമ്മതം മൂളുകയാണ്. ഇതേ സമയം വസുന്ധരയ്ക്കും ശിവാനിക്കും അത് സന്തോഷമാവാണ് കേട്ടോ. നമുക്ക് രക്ഷപ്പെട്ടു, ആ കേക്കിലൂടെ നിധിയെ അങ്ങ് ഇല്ലാതാക്കാം, അതിൽ ബോംബ് വെക്കാം, എന്നിട്ട് നിധിയുടെ പണി തീർക്കാം എന്നാണ് കേട്ടോ വസുന്ധരയും ശിവാനിയും മനസ്സിൽ പ്ലാൻ കൂട്ടുന്നത്. അങ്ങനെ നിധി ആ കേക്ക് കൊണ്ടുവരികയാണ്. കേക്ക് കൊണ്ടുവരുന്നത് തന്നെ നല്ലൊരു രസമുള്ള ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടായിരിക്കും. വലിയ കേക്കായിരിക്കും. ഒരുപാട് ആളുകൾ വന്നതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും എത്തിപ്പോകുന്ന അത്രയും വലിയ കേക്കാണ് കേട്ടോ. അങ്ങനെ ആ കേക്ക് കൊണ്ടുവരുന്ന നല്ല അടിപൊളി സ്റ്റാൻഡാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിഖിൽ പറയുന്നുണ്ട്, യാമിനിയൊക്കെ പറയുന്നുണ്ട്, ചേച്ചിയുടെ സെലക്ഷൻ പറയാതിരിക്കാൻ വയ്യ എന്നവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം കേക്ക് എങ്ങനെയെന്ന് ആരും കാണുന്നില്ല. കേക്ക് ഒരു ബോക്സിലാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇതേ സമയം വരുന്നവരെയൊക്കെ സ്വീകരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നിധി ശിവാനിയോട് പറയാണ്, ഈ കേക്ക് നീ റൂമിൽ കൊണ്ടുവെക്കേ എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം അതേപോലെ തന്നെ ശിവാനി അത് കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശിവാനിയാണെങ്കിലോ വസുന്ധരയോട് പറയാണ്, ഇതോടുകൂടി നമുക്ക് അവളുടെ പണി കഴിക്കാം, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ വസുന്ധര എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിൽ ബോംബ് വെക്കാമെന്ന് പറയണം. അപ്പോഴേക്കും ആ ഗുണ്ടകളോട് വസുന്ധര അതുപോലത്തെ ഒരു കേക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതുപോലത്തെ കേക്ക് ഇത്ര സമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തുകയാണ്. അതിനുള്ളിൽ ബോംബ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ ഗുണ്ട പറയാണ്, പറഞ്ഞതുപോലെ തന്നെ നിധിയുടെ കേക്ക് മാറ്റി ഈ കേക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ള ആ വാക്കുകൾ പറഞ്ഞ് ആ ഗുണ്ട അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതേ സമയം ഗുണ്ട വിളിച്ചിട്ട് പറയുന്നുണ്ട്, അരമണിക്കൂറിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അപ്പോഴേക്കും പൊട്ടിത്തെറി സംഭവിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഫംഗ്ഷൻ നടത്താനുള്ള പരിപാടി നോക്കിക്കോളൂ എന്നിങ്ങനെ ഗുണ്ട വിളിച്ച് വസുന്ധരയോട് പറയാണ്. അപ്പോൾ ശിവാനി പറയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യും, നിധിയും ഗൗതമൊക്കെ വരുന്നവരെ സ്വീകരിക്കുകയാണല്ലോ, പാറുവും ഗോപിയും യാമിനി എല്ലാവർക്കും അവർക്ക് കൂട്ടായിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി നമുക്ക് ഈ ഫംഗ്ഷൻ നടത്താം, കേക്ക് മുറി കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ വസുന്ധര ശരിയാണ്, പെട്ടെന്ന് നോക്കാം, ഇനിയിപ്പോൾ അതിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പെട്ടെന്ന് അറിയുന്നതിന് മുന്നേ അതാണ് നല്ലത് എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം ഗൗതമിൻ്റെ മുന്നിലോട്ട് വസുന്ധര ചെല്ലാണ്. അതെ, കേക്ക് മുറി ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നിധി പറയാം, അത് പറ്റില്ല, അരമണിക്കൂർ കഴിയട്ടെ എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന ശിവാനി ഞെട്ടിപ്പോവാണ്. അരമണിക്കൂർ കഴിയട്ടെ എന്നവൾ പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് അവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാവാണ് കേട്ടോ. അപ്പോഴേക്കും വസുന്ധര ഒന്ന് പതറിയെങ്കിലും കൂടി വസുന്ധര പറയാണ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അരമണിക്കൂർ കഴിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് വരുന്നത് വലിയ വലിയ VIP-കളാണ്, അവർക്കൊക്കെ അതിൻ്റേതായ തിരക്കുകളുണ്ട്, അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കി കൊടുക്കണം. കേക്ക് മുറിയിലാണല്ലോ ഈ ബർത്ത്ഡേയുടെ വലിയ ഇത് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ കേക്ക് മുറി കണ്ട് കഴിച്ചു കഴിഞ്ഞാൽ പോണ്ടവർക്ക് പോവാം, നിൽക്കേണ്ടവർക്ക് നിൽക്കാം, അങ്ങനെ മതിയല്ലോ, വന്നവരെ പിന്നെയും സ്വീകരിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഗൗതം പറയാണ്, അമ്മ പറയുന്നതിൽ ഒരു ശരിയുണ്ട് ശിവാനിധി, അതുകൊണ്ട് നമുക്കത് നോക്കാമെന്ന് പറയട്ടോ. ഇതേ സമയം നിധിയോട് പോയിട്ട് ആ കേക്ക് എടുത്തു കൊണ്ടുവരാൻ ഇങ്ങനെ വസുന്ധര പറയണ്ട. വസുന്ധര അത് പറഞ്ഞ ഉടൻ തന്നെ ശിവാനി നീ കൊണ്ടുപോവാ എന്ന് അവിടെ തിരിച്ച് പാറു പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ശിവാനി ആകെ പേടിക്കാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന ഭാവത്തിൽ എന്ത് ചെയ്യും, ഇവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോഴേക്കും നിധി പറയണേ, ഞാൻ തന്നെ കൊണ്ടുവന്നോളാം, എൻ്റേതായ കേക്കില്ലേ, ഞാൻ ഗൗതമിന് കൊടുക്കുന്ന ഒരു സർപ്രൈസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നെ അത് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ പാറു പറയണേ,
ഇനി വേണ്ട, നീ ഗൗതമിനെ തൊട്ടുരുമി നിൽക്ക്. കാരണം ഇപ്പോഴത്തെ ഈ ഫംഗ്ഷന് ഗൗതമിൻ്റെ കൂടെ ഭാര്യയായ നീയാണ് വേണ്ടത്, അല്ലാതെ ഞങ്ങൾ ആരുമല്ല. അപ്പോഴേക്കും അവിടെ ചന്ദ്രയും പറയാണ്, ശരിയാണ്, നീ നിൽക്ക്, ഞാനും പാറുവും പോയി എടുത്തു കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ, സോറി അമ്മ, രണ്ടമ്മമാരെ ക്ഷമിക്കണം, ഈ കേക്ക് എനിക്ക് തന്നെ കൊണ്ടുവരണം എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ശിവാനിക്കും വസുന്ധരയ്ക്കും പറയാൻ വാക്കുകളില്ല. ഇങ്ങനെ ഒരു അവസരത്തിനായിരുന്നു അവരും കാത്തിരുന്നത്. അങ്ങനെ ഈ ഗുണ്ട പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ, നിങ്ങൾക്കൊരു റിമോട്ട് തരുന്നുണ്ട്, എന്തായാലും ആ റിമോട്ട് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാം എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി കേക്ക് എടുക്കാൻ വേണ്ടി റൂമിലോട്ട് പോവുകയാണ്. അപ്പോഴേക്കും ഗുണ്ട വസുന്ധരയുടെയും ശിവാനിയുടെയും കൈകളിൽ ഈ റിമോട്ട് കൊടുത്തിട്ടുണ്ടാവും. ശിവാനിയാണ് അത് കയ്യിൽ പിടിച്ചിട്ടുള്ളത് കേട്ടോ. നിധിയാണെങ്കിലും റൂമിൽ നിന്നും ഈ കേക്ക് ബോക്സുമായി താഴോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഈ കേക്ക് ബോക്സുമായി ഈ താഴോട്ട് വരുന്ന സമയത്ത് വസുന്ധര പറയാം, ആ വരുന്നു അവളെ റിമോട്ട് എടുക്ക്, നെക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ റിമോട്ട് ഓപ്പൺ ചെയ്ത് അത് ഞെക്കാൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും അവിടെ പെട്ടെന്ന് വസുന്ധരയുടെ ഒരു ഫ്രണ്ട് വസുന്ധരയെ ബാക്കിൽ നിന്നും, ഹായ് വസു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്, അവിടെയല്ലേ ഫംഗ്ഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരമായിട്ടോ. അപ്പോഴേക്കും വസുന്ധര മാറ്റി എന്ന് പറയണം. അതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കാൻ കഴിയുന്നില്ല. പിന്നീട് അവരങ്ങ് പോയി, എന്നാൽ നിങ്ങൾ ചെല്ല്, താഴോട്ട് ചെല്ല്, ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞ് വസു പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഈ സമയം വീണ്ടും നിധിയെ പൊട്ടിക്കാൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ട് നിധിയുടെ വേറൊരു ഫ്രണ്ട് നിധിയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ. അതുകൊണ്ട് വീണ്ടും പൊട്ടിക്കാൻ കഴിയില്ല കേട്ടോ, ഈ റിമോട്ട് ഞെക്കാൻ കഴിയില്ല. അതോടുകൂടി ശിവാനിയുടെ കൈകാലുകൾ ഇങ്ങനെ വിറയൽ തുടങ്ങി കേട്ടോ. കാരണം ഒരു കാര്യത്തിന് നിൽക്കുമ്പോൾ അതിന് തടസ്സമായി അവരും ഇവരും വരുന്നത് കൊണ്ട് തന്നെ ശിവാനിക്ക് പേടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ കൈ വിറക്കൽ തുടങ്ങി. അപ്പോൾ അയ്യോ എന്തൊരു കഷ്ടമാണ്, ഇവളെ ഇത് ഇപ്പോൾ ഇവൾ നടന്ന് അപ്പോൾ ഗൗതമിൻ്റെ അടുത്തോട്ട് എത്തുകയും ചെയ്യുമല്ലോ, എന്ത് ചെയ്യും എന്ന് പറയാണ്. അങ്ങനെ ആ ഫ്രണ്ടും നിധിയുടെ അടുത്ത് നിന്ന് പോയപ്പോൾ വസുന്ധര പറയാണ്, ഇനി നേരം വഴിക്കേണ്ട, പെട്ടെന്ന് പൊട്ടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ റിമോട്ടിൻ്റെ ബട്ടൺ അമർത്താൻ പറയുന്ന സമയത്ത് വീണ്ടും വസുന്ധരയെ കാണാൻ വസുന്ധരയുടെ ഒരു ഫ്രണ്ട് വീണ്ടും വരുമ്പോൾ, അയ്യോ ഞാൻ താഴോട്ട് വരാം, നിങ്ങൾ നടന്നോളൂ എന്ന് പറയണം. അപ്പോഴും പൊട്ടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പിന്നീട് നിധി തനിയെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ അമർത്താൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും യാമിനി നിധിയുടെ അടുത്തോട്ട് വരികയാണ്. ചേച്ചി ഇത് എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് യാമിനി പരിചയപ്പെടുത്തുമ്പോഴേക്കും വസുന്ധര ശിവാനിയുടെ കൈകൾ പിടിച്ച് വലിക്കാനിട്ട്, ഞെക്കല്ലേ എൻ്റെ മോളതാ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴും ഞെക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ശിവാനിക്ക് വീണ്ടും വീണ്ടും പേടിയും പരിഭ്രാന്തിയൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. പിന്നീട് നിധിയുടെ അടുത്തു നിന്നും യാമിനിയും പോവുകയും ചെയ്തു. അങ്ങനെ നിധി ഇങ്ങനെ കോണിയുടെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ആരുമില്ല നിധിയുടെ കൂടെ, ഇവരുടെ അടുത്തും ആരില്ല. അപ്പോൾ ഇനി നേരം വൈകിക്കണ്ട, പെട്ടെന്ന് ഞെക്ക് എന്നിങ്ങനെ ശിവാനിയോട് വസുന്ധര പറയാണ്. അങ്ങനെ നിധി ഇത് നിധി കയ്യിൽ ഈ ഒരു കേക്കിൻ്റെ ഉള്ളിലാണ് ബോംബ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിധി ഇങ്ങനെ പിടിച്ചിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് നിധി പെട്ടെന്ന് അവിടെ നിന്ന് തെന്നി വീഴാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും വസുന്ധര പറയാം, ശിവാനി നീ എന്ത് കാണാൻ നിൽക്കുന്നു, പെട്ടെന്ന് ഞെക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഞെക്കുമ്പോഴേക്കും അവിടെ പുറത്താണെങ്കിലും നിധി ചെന്ന് വീഴുന്നത് ഗൗതമിൻ്റെ കൈകളിലായിരിക്കൂട്ടോ. അതോടുകൂടി ശിവാനി ഞെക്കിയത് അരമണിക്കൂർ എന്നുള്ളത് 10-20 മിനിറ്റ് കുറച്ചും കൂടി മുന്നേട്ടുള്ള ആ ഒരു ബട്ടനായിരിക്കും. അതായത് ഞെക്കേണ്ട ബട്ടനല്ല ഞെക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര ടൈം സെറ്റ് ചെയ്യുന്ന ഒരു ബട്ടനാക്കി ശിവാനി ഞെക്കിയിട്ടുണ്ടാവും കേട്ടോ. അതോടുകൂടി കാര്യങ്ങളൊക്കെ ആകെ വഷളാവുകയാണ്. ടൈമർ ഓണാവുകയും ചെയ്തു. അങ്ങനെ ഈ കേക്ക് ഗൗതം വന്ന് പിടിക്കുകയാണ്. അങ്ങനെ ഗൗതം പറയാണ്, എന്തിനാ നിധി നീ ഒറ്റയ്ക്ക് എടുത്തു കൊടുക്കുന്നത്, ഇത് വലിയ കേക്കല്ലേ, നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങില്ലല്ലോ, ഞാനും കൂടെ വന്നിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നിധിയുടെ കൈകളിൽ നിന്ന് ആ കേക്ക് വാങ്ങാൻ കേട്ടോ. അങ്ങനെ ആ കേക്കുമായി അവർ ആ സ്റ്റേജിൻ്റെ മുകളിലോട്ട് പോവാണ്. പിന്നീട് ആ കേക്ക് ഇങ്ങനെ വെക്കുകയാണ്. അങ്ങനെ ആ കേക്കൊക്കെ ഓപ്പൺ ചെയ്ത് കേക്കിൻ്റെ ആ ഒരു ഭംഗിയും കേക്ക് അലങ്കരിച്ചത് കാണുമ്പോൾ വസുന്ധരയെ പോലും ഞെട്ടിപ്പോകുന്ന അത്ര ഭംഗിയുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഗൗതം പറയുകയാണെങ്കിൽ, നിധി വാക്കുകളില്ല, എനിക്ക് വേണ്ടി നീ ഇത്രയും വലിയൊരു നല്ലൊരു കേക്ക് ഓർഡർ ചെയ്ത്. അപ്പോഴേക്കും പാറു യാമിനി അതാണ് നമ്മുടെ നിധി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നിൽ 2 ഡോളുകളായി നിർത്തി അവരുടെ ആ പ്രണയ ചുംബനമൊക്കെ അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം നിധി ആ കേക്കിന് മുകളിൽ ഒരുപാട് വേർഡ്സ് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ ഗൗതമിനെ വല്ലാതെ ഒരു സന്തോഷം തന്നെ, ഒരു കുളിര് തന്നെ തൻ്റെ ദേഹത്തു കൂടെ കയറുന്നത് പോലെ ഗൗതമിന് തോന്നണം. തൻ്റെ ഭാര്യ തനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു സർപ്രൈസ് അത് തരുന്നുണ്ടല്ലോ എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം
ഇനി കേക്ക് മുറി തുടങ്ങാം എന്ന് പറയാണ് വസുന്ധര. കാരണം ഈ ടൈമർ ഓണായി എന്ന് പറഞ്ഞ് ഗുണ്ട വിളിക്കുകയാണ്. അതായത് നിങ്ങൾ ഞെക്കിയ ബട്ടൺ മാറിയിരിക്കുന്നു, ടൈമർ ഓണായിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പൊട്ടിത്തെറി സംഭവിക്കുക, അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ കഴിക്കൂ. ഗൗതം കേക്ക് മുറിച്ച് പിന്നീട് നിധി ആയിരിക്കണം അതിന്മേൽ തൊടുന്നത് എന്നുള്ള ആ വാക്ക് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഗൗതം ഈ കേക്ക് മുറിക്കാൻ കത്തിയുമായി ഈ കേക്കിന് തൊട്ടരികിലോട്ട് എത്തുമ്പോൾ അവിടെ പെട്ടെന്ന് നിധിയുടെ കണ്ണിൽ ഒരു കാഴ്ച കാണാൻ കേട്ടോ. നിധി എഴുതിയ ആ ഗൗതം നിധി എന്നുള്ള ഒരു 2 ലെറ്റർ ഉണ്ടാവും കേട്ടോ. അത് 2 ലെറ്ററാണ്. അതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതായിട്ട് നിധിയുടെ ശ്രദ്ധയിൽ കാണാണ്. അപ്പം നിധി ഗൗതം ഗൗതം നിർത്ത് എന്ന് പറയണം. ഇത് കേൾക്കുന്ന വസുന്ധരയും ശിവാനിയും ആകെ പേടിച്ചു കേട്ടോ. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ഗുണ്ടയും ആകെ പേടിച്ചു. അങ്ങനെ എന്താ എന്ന് പാറ ചോദിക്കുമ്പോൾ അതെ ഇത് എൻ്റെ കേക്കല്ല. അപ്പോഴേക്കും വസുന്ധര നീ എന്താ ഈ പറയുന്നത്, നിൻ്റെ കേക്കല്ല അത് പിന്നെ ആരെ കേക്ക് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇത് ഞാൻ ഓർഡർ ചെയ്ത കേക്കല്ല, ഇത് ഞാൻ പറഞ്ഞ കേക്കല്ല, ഇത് എൻ്റെ സെലക്ഷനല്ല, അതുകൊണ്ട് ഇത് മാറിയിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുന്ന വസുന്ധര എന്താ നീ പറയുന്നത്, നീ തന്നെ കൊണ്ടുവന്നു, നീ തന്നെ എടുത്തു വെച്ചു, പിന്നെ മറ്റുള്ള ഞാൻ എടുത്തു വെക്കാൻ കൊടുത്തത് ശിവാനിയുടെ കരങ്ങളിലാണ് എന്ന് പറയാം. അത് കേൾക്കുന്ന ശിവാനി ആകെ ഞെട്ടാണ് കേട്ടോ. അപ്പോൾ ശിവാനി ഇത് കേട്ട ഉടൻ തന്നെ ശിവാനി പറയുന്നുണ്ട് ഞാനത് കൊണ്ടുവച്ചു എന്നല്ലാതെ ഞാൻ മാറ്റി എന്നാണ് നീ പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ നിധി അതെനിക്കറിയില്ല, എന്തായാലും ഇത് എൻ്റെ കേക്കല്ല, ഇതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ ഗൗതമിനോട് നിധി പറയുമ്പോൾ ഗൗതമിൻ്റെ ചെവിയിൽ ആ ടൈമർ ഓണായ ആ കിക്കി എന്നുള്ള ആ സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് ഇങ്ങനെ കേൾക്കണം കേട്ടോ. ഇതോടുകൂടി ഗൗതം ഒരു സെക്കൻഡ് എല്ലാവരും ഇന്നും മിണ്ടാതിരുന്നേ എന്ന് പറയുമ്പോൾ ആ സൗണ്ട് ഇങ്ങനെ കേൾക്കണം. ഇത് കണ്ടോ ഒരു സൗണ്ട് പുറത്തോട്ട് വരുന്നുണ്ടല്ലോ, ഇത് എവിടുന്ന് എന്ന് ഗൗതം ചോദിക്കണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നിധി ആ കേക്കിന് തൊട്ടരികിലോട്ട് വരുമ്പോൾ അത് ബോംബിൻ്റെ സൗണ്ടാണെന്ന് നിധിക്ക് മനസ്സിലാവാണ്. അങ്ങനെ നിധി ഗൗതമിനോട് പറയാണ് ഗൗതം ഇതിൽ ബോംബ് വെച്ചിട്ടുണ്ട്, ഇതിപ്പോൾ പൊട്ടും എന്ന് പറയലും അവരെല്ലാവരും ആ സ്റ്റേജിന് മുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടലും ആ ബോംബ് പൊട്ടലും ഒപ്പം ആവുകയാണ് കേട്ടോ. അതോടുകൂടി വസുന്ധര പറയാണ് നീ ഇതിൽ ബോംബ് വെച്ച് എൻ്റെ മകനെ കൊല്ലാൻ നോക്കിയടി എന്ന് പറഞ്ഞിട്ട് വസുന്ധര ചൂടാകുമ്പോൾ നിങ്ങൾ വെച്ച ബോംബ് എൻ്റെ ദേഹത്തേക്ക് ഇടാനല്ലേ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ബോംബ് വെച്ചിടി എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുന്നത്. അപ്പോഴേക്കും ഗൗതം പറയാണ് ശരിയാണ് അമ്മ, എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, അമ്മ എന്തിൽ നിന്ന് ഒളിച്ചോടാൻ രക്ഷപ്പെടാൻ നോക്കുന്നത് പോലെയുണ്ടല്ലോ അമ്മയുടെ സംസാരം എന്ന് പറയുമ്പോൾ എന്താ ഗൗതം നീ എന്നെ കുറ്റപ്പെടുത്തുക, പിന്നെ എന്തിനാ അമ്മ നിധിയെ കുറ്റപ്പെടുത്തി. അപ്പോഴേക്കും പാറു പറയണേ വസു നീ നിൻ്റെ മകനോടുള്ള സ്നേഹം തന്നെ ആയിരിക്കും. അപ്പോഴേക്കും വസുന്ധര പറയണേ എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് ഒന്നിനേക്കാൾ വലുത് എനിക്കെൻ്റെ ഗൗതമാണ്, ഗൗതമിനെ കൊല്ലാൻ ഞാൻ ശ്രമിക്കുമോ എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ ശരിയാണ് ആൻറ്റിക്ക് ഏറ്റവും വലുത് ഗൗതമാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നിധി പറയാണ് പിന്നെ ആൻറ്റിക്ക് ഗൗതമിനെ ഇഷ്ടമായിരിക്കും, പക്ഷേ എന്തിനു വേണ്ടി ആൻറ്റി എൻ്റെ അടുത്ത് കുറ്റമിടുന്നത്, അതിന് തെറ്റ് ഞാൻ എന്ത് ചെയ്തു, ആൻറ്റി കണ്ടിട്ടില്ലല്ലോ ഞാൻ ഈ കേക്കിൽ ബോംബ് വെക്കുന്നത്, പിന്നെ ആൻറ്റി വെറുതെ പറയരുത്, ഞാൻ പറഞ്ഞല്ലോ ഈ കേക്ക് എൻ്റേതല്ലാന്ന്, എൻ്റേതല്ലാത്തൊരു കേക്ക് ആരോ മനഃപൂർവ്വം ഇവിടെ ഗൗതമിനെ അപായപ്പെടുത്താൻ നോക്കിയതാണ്. അപ്പോഴേക്കും ജോത്സ്യൻ നീച്ചു വരികയാണ് കേട്ടോ. ജോത്സ്യൻ എണീറ്റ് വന്ന് ജോത്സ്യൻ പറയണേ ഞാൻ പറഞ്ഞല്ലോ 30-ാം പിറന്നാൾ കഴിയുന്നതിനോടുകൂടി ഗൗതമിന് ഒരു ആപത്ത് വരുന്ന ആ ആപത്തിൻ്റെ സൂചനയാണ് ഈ കണ്ടത്. എന്തായാലും നിധി പറഞ്ഞതിൽ അതൊരു സത്യമുണ്ട് എന്നിപ്പോൾ മനസ്സിലായില്ലേ. അങ്ങനെ ഈ പറയുന്ന സമയത്ത് നിഖിലിൻ്റെ കണ്ണിൽ പെട്ടെന്ന് നിധി ആ വരുമ്പോൾ കേക്ക് കൊണ്ടുവന്ന ആ ട്രേ ഉണ്ടല്ലോ അത് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇങ്ങനെ നിഖിലിൻ്റെ കണ്ണിൽ കാണാനായിട്ട്. അപ്പം നിഖിൽ പറയണേ ചേച്ചി ആ ഒരു ട്രേയുമായല്ലേ വന്നത് ഇങ്ങോട്ടേക്ക്, ആ കേക്ക് കൊണ്ടുവന്നത് അലങ്കരിച്ച ആ ഒരു സ്റ്റാൻഡ് അതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എല്ലാവരും ഓടിച്ചെല്ലുമ്പോൾ അതിൽ കാണാം ആ കേക്കിൻ്റെ ബോക്സ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അത് നിധി കൊടുന്ന കേക്കാണ്. അപ്പോൾ ആ പൊട്ടിച്ചിട്ട് നിധി പറയണേ ഇപ്പോൾ കണ്ടില്ലേ നിധി ഗൗതം എന്നതിൻ്റെ ഫസ്റ്റ് ലെറ്ററല്ലേ ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത്, കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്. അത് കേൾക്കുന്ന വസു ആകെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കണം. ഇതേ സമയം നിധി പറയണം മനഃപൂർവ്വം ഗൗതം നമ്മളെ അപായപ്പെടുത്താൻ ആരോ ശ്രമിച്ചിട്ടുണ്ട്, അത് ഈ കൂട്ടത്തിലുള്ള ആരോ തന്നെയാണ്, അതെന്തായാലും കണ്ടെത്തണം, ഒരു പോലീസ് അന്വേഷണമായാൽ നന്നു എന്ന് പറയുമ്പോൾ ശിവാനിയും വസുന്ധരയ്ക്കും ആകെ പേടിയാവണം കേട്ടോ. എന്നാൽ വസുന്ധരയെ ചെറിയൊരു സംശയങ്ങളൊക്കെ ഗൗതമിന് വന്നു തുടങ്ങി, തൻ്റെ അമ്മ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഗൗതമിനും വന്നു തുടങ്ങി കേട്ടോ.